ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എന്നത്തെയും പോലെ സൺഡേസിലെ കറണ്ട് അഫയേഴ്സ് സെഷൻ ആണ്. ബാക്കിയുള്ള ക്ലാസ്സുകൾ NCERT ക്ലാസ്സുകളും അതുപോലെ നമ്മുടെ ലൈവുകളും ഒക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റും നിങ്ങൾ കമന്റ് സെഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ക്ലാസ് മിസ്സാവാതെ കാണാനായി ശ്രമിക്കുക. നമ്മളിപ്പോൾ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പരമാവധി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ആവാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2025 ഏഷ്യയിലെ ഏറ്റവും സന്തോഷകരമായ നഗരങ്ങളിൽ ഒന്നാമത് എത്തിയത് ഏത് നഗരമാണ്? 2025 റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സന്തോഷകരമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് മുംബൈയാണ്. മുംബൈ 2025 ഏഷ്യയിലെ ഏറ്റവും സന്തോഷകരമായ നഗരങ്ങളിൽ ഒന്നാമത് നമ്മുടെ മുംബൈയാണ്. ദി 11th അവർ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ദി 11th അവർ എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റുഷ്ദിയാണ്. ദി 11th അവർ എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റുഷ്ദിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനായ സൽമാൻ റുഷ്ദിക്ക് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ 2025 ഡെയ്റ്റൺ സാഹിത്യ സമാധാനത്തിനുള്ള സമ്മാനം നേടിയത് സൽമാൻ റുഷ്ദിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനായ സൽമാൻ റുഷ്ദിക്ക് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനമാണ് ലഭിച്ചിട്ടുള്ളത്. 2025 നവംബറിൽ പുറത്തിറങ്ങിയ സൽമാൻ റുഷ്ദിയുടെ ഏറ്റവും പുതിയ പുസ്തകമാണ് ഈ പറഞ്ഞ ദി 11th അവർ എന്നത്. ദി 11th അവർ. മനോഹർ പരീക്കർ യുവശാസ്ത്ര പുരസ്കാരത്തിന് ഈ വർഷം അർഹനായത് ആരാണ്? മനോഹർ പരീക്കർ യുവശാസ്ത്ര പുരസ്കാരം. രാജ്യത്തെ യുവശാസ്ത്ര പ്രതിഭകൾക്കായിട്ടുള്ള പുരസ്കാരമാണ് മനോഹർ പരീക്കർ യുവശാസ്ത്ര പുരസ്കാരം. ഈ വർഷം അതിന് അർഹനായിട്ടുള്ളത് ഡോക്ടർ സായി ഗൗതം ഗോപാലകൃഷ്ണനാണ്. ഈ വർഷത്തെ മനോഹർ പരീക്കർ യുവശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത്. രാജ്യത്തെ യുവശാസ്ത്ര പ്രതിഭകൾക്കായിട്ടുള്ള മനോഹർ പരീക്കർ യുവശാസ്ത്ര പുരസ്കാരത്തിന് ഈ വർഷം അർഹനായത് ഡോക്ടർ സായി ഗൗതം ഗോപാലകൃഷ്ണൻ. 2025 ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യമായി മാറിയത്. 2025 ലോകത്തെ ആദ്യത്തെ കറൻസി രഹിത രാജ്യമായി മാറിയത് സ്വീഡനാണ്. ലോകത്തിലെ ആദ്യത്തെ കറൻസി രഹിത രാജ്യമായി മാറിയത് സ്വീഡനാണ്. അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യാം. 2025 ഏഷ്യയിലെ ഏറ്റവും സന്തോഷകരമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയത് നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്നുള്ള മുംബൈയാണ് ഒന്നാമതായി എത്തിയത്. 11th അവർ എന്ന പുസ്തകം രചിച്ചത് സൽമാൻ റുഷ്ദിയാണ്. 2025 ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാന ജേതാവാണ് സൽമാൻ റുഷ്ദി. രാജ്യത്തെ യുവശാസ്ത്ര പ്രതിഭകൾക്കായിട്ടുള്ള മനോഹർ പരീക്കർ യുവശാസ്ത്ര പുരസ്കാരത്തിന് ഈ വർഷം അർഹനായത് ഡോക്ടർ സായി ഗൗതം ഗോപാലകൃഷ്ണനാണ്. 2025 ലോകത്തിലെ ആദ്യത്തെ കറൻസി രഹിത രാജ്യമായി മാറിയത് സ്വീഡനാണ്. അടുത്തത്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേരളം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പട്ടികയാണിത്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ ഇതിനായിട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ പട്ടികയിലാണ് നമ്മുടെ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം കലിംഗ സ്റ്റേഡിയമാണ്. കലിംഗ സ്റ്റേഡിയം എവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് കലിംഗ സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയമാണ് കലിംഗ സ്റ്റേഡിയം. IPL 2026 മിനി താരലേലത്തിന് വേദിയാകുന്ന നഗരം ഏതാണ്? IPL 2026 മിനി താരലേലത്തിന് വേദിയാകുന്ന നഗരം
അബുദാബിയാണ്, അബുദാബി. അടുത്ത സീസണിലേക്കുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ IPLന്റെ മിനി താരലേലത്തിനാണ് അബുദാബി വേദിയാകുന്നത്. കഴിഞ്ഞ വർഷവും സൗദി അറേബ്യയിലെ ജിദ്ദയിലായിരുന്നു ലേലം നടന്നത്. ഓക്കെ, IPL 2026 മിനി താരലേലം അബുദാബിയിൽ വെച്ചാണ്, അബുദാബി. വേൾഡ് കാലിഗ്രാഫി അസോസിയേഷന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് നാരായണ ഭട്ടതിരിയാണ്. വേൾഡ് കാലിഗ്രഫി അസോസിയേഷന്റെ ഏറ്റവും പുതിയ ഡയറക്ടറായി നിയമിതനായത് നാരായണ ഭട്ടതിരിയാണ്. വേൾഡ് കാലിഗ്രാഫി അസോസിയേഷന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത്. അപ്പൊ ഇത് റിവൈസ് ചെയ്യാം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംസ്ഥാനങ്ങളെ ഇതിനെ സംബന്ധിച്ചുകൊണ്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേരള സംസ്ഥാനമാണ് ആ ഒരു പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന നഗരം ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയമാണ്. ഒഡീഷ ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയമാണ്. IPL 2026 അടുത്ത വർഷത്തെ സീസണിലേക്കുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മിനി താരലേലം വേദിയാകുന്ന നഗരം അബുദാബിയാണ്. വേൾഡ് കാലിഗ്രാഫി അസോസിയേഷന്റെ പുതിയ ഡയറക്ടറായി നിയമിതനായത് നാരായണ ഭട്ടതിരി. അടുത്തത്, ശബ്ദത്തിലൂടെ സംവദിക്കാൻ കഴിയുന്ന ലോകത്തിലെ ആദ്യത്തെ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലിന്റെ പേര് ലൂണ AI എന്നതാണ്. ലൂണ AI പ്രത്യേകത എന്താണ്? ശബ്ദത്തിലൂടെ സംവദിക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലാണ് ലൂണ AI എന്നത്. ഇത് വികസിപ്പിച്ചത് സ്പാർഷ് അഗർവാളാണ് ലൂണ AI വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ശബ്ദത്തിലൂടെ സംവദിക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ AI മോഡലാണ്, സ്പീച്ച് ടു സ്പീച്ച് AI മോഡലാണ് ലൂണ AI എന്നത്. വികസിപ്പിച്ചത് സ്പാർഷ് അഗർവാളാണ്. ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റാംസാർ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് പുതുതായി ചേർക്കപ്പെട്ട ഒരു തണ്ണീർത്തടമാണ് ബീഹാറിലെ ഗോഗാബീൽ എന്നത്. ബീഹാറിലെ ഗോഗാബീലാണ് ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റാംസാറിൽ ഇന്ത്യയിൽ നിന്ന് പുതുതായി ചേർക്കപ്പെട്ടത്. അങ്ങനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ആകെ തണ്ണീർത്തടങ്ങൾ ഇന്ത്യയിൽ 94 മാറി. ഓക്കെ, ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായിട്ടുള്ള റാംസാർ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ബീഹാറിലെ ഗോഗാബീൽ കൂടി ഇപ്പോൾ ചേർക്കപ്പെട്ടു. ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായ ഭാരത് നെറ്റ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. എന്താണ് ഇവിടെ പറഞ്ഞത്? ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ സംരംഭമാണ് ഭാരത് നെറ്റ് എന്ന് പറയുന്നത്. അതായത് ഡിജിറ്റൽ വിടവ് നികത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉറപ്പുവരുത്തുക. അതിനായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സംരംഭമാണ് ഭാരത് നെറ്റ് എന്നത്. ഇത് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. ഓക്കെ, ഇത് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായിട്ടുള്ള ഭാരത് നെറ്റ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം പഞ്ചാബാണ്. ട്രീ വുമൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? അത് സാലു മരദ തിമ്മക്ക, കർണാടകയിൽ നിന്നുള്ള പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും പത്മശ്രീ പുരസ്കാര ജേതാവുമായിരുന്നു ഇദ്ദേഹം. ഈ അടുത്തിടെയാണ് സാലു മരദ തിമ്മക്ക എന്ന ഈ പരിസ്ഥിതി പ്രവർത്തക അന്തരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നത്. ട്രീ വിമൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് സാലു മരദ തിമ്മക്കയാണ്. ഇദ്ദേഹം കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയാണ്. ഇവർ വൃക്ഷമാതേ എന്ന മരങ്ങളുടെ അമ്മ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 2019 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് ഇവർ. 2019
2019 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2016 BCCയുടെ ലോകത്തെ ഏറ്റവും സ്വാധീനശേഷിയുള്ള വനിതകളുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു. അപ്പൊ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സാലു മരദ തിമ്മക്ക. ട്രീ വിമൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഇവരാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് റിവൈസ് ചെയ്യാം. ശബ്ദത്തിലൂടെ സംവദിക്കാൻ കഴിയുന്ന ലോകത്തെ ആദ്യത്തെ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലാണ് ലൂണ AI എന്നത്. ലൂണ AI വികസിപ്പിച്ചത് സ്പാർഷ് അഗർവാൾ ആണ്. ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റാംസാർ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് പുതുതായി ചേർക്കപ്പെട്ടത് ബീഹാറിലെ ഗോഗാബീലാണ്. ബീഹാറിലെ ഗോഗാബീലാണ് ഇന്ത്യയിൽ നിന്ന് റാംസാർ പട്ടികയിൽ ഈ അടുത്തിടെയായി ഉൾപ്പെട്ടത്. ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, ഡിജിറ്റൽ വിടവ് നികത്തുന്നതിനായിട്ട് ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന പദ്ധതിയായ ഭാരത് നെറ്റ്, കേന്ദ്ര സർക്കാർ സംരംഭമായിട്ടുള്ള ഭാരത് നെറ്റ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. ട്രീ വിമൻ ഓഫ് ഇന്ത്യ, ട്രീ വിമൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് സാലു മരദ തിമ്മക്കയാണ്. സാലു മരദ തിമ്മക്ക. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എവിടെയാണ്? 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ബെൽജിയമാണ്. നെതർലൻഡ്സിലെ ബെൽജിയമാണ്. ബെൽജിയത്തിലാണ് 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ഹോക്കി ലോകകപ്പിന് വേദിയാകുന്നത് ബെൽജിയം നെതർലൻഡ്സ് ആണ്. അടുത്തത് 18നും 52നും ഇടയിലുള്ള എല്ലാ വനിതാ ജീവനക്കാർക്കും ആർത്തവ അവധി അനുവദിച്ച സംസ്ഥാനമാണ് കർണാടക സംസ്ഥാനം. സർക്കാർ മേഖലയെന്നോ സ്വകാര്യ മേഖലയെന്നോ വ്യത്യാസമില്ലാതെ 18നും 52നും ഇടയിലുള്ള എല്ലാ വനിതാ ജീവനക്കാർക്കും ആർത്തവ അവധി അനുവദിച്ച സംസ്ഥാനം കർണാടകയാണ്. കർണാടക സംസ്ഥാനമാണ്. 18നും 52നും ഇടയിലുള്ള എല്ലാ വനിതാ ജീവനക്കാർക്കും ആർത്തവ അവധി അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ മേഖലയെന്നോ സ്വകാര്യ മേഖലയെന്നോ വ്യത്യാസം ഇല്ലാതെയാണ് ഈ ഒരു അവധി കർണാടക സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ഷെഫാലി വർമ്മ. ഹരിയാന സംസ്ഥാനത്തിന്റെ വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ഷെഫാലി വർമ്മ. ഓക്കെ, അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യാം. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് നെതർലൻഡ്സിലെ ബെൽജിയം നെതർലൻഡ്സ്. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖല എന്ന വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ 18നും 52നും ഇടയിലുള്ള എല്ലാ വനിതാ ജീവനക്കാർക്കും ആർത്തവ അവധി അനുവദിച്ച സംസ്ഥാനം കർണാടക സംസ്ഥാനമാണ്. ഹരിയാന സംസ്ഥാനത്തിന്റെ വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായത് ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ ഷെഫാലി വർമ്മയാണ്. അടുത്തത് പ്രൊജക്ട് ചീറ്റ. കേട്ടിട്ടില്ലേ പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് 2025 നവംബറിൽ ഇന്ത്യയിലേക്ക് 8 ചീറ്റകളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് 2025 നവംബറിൽ 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകിയത് ബോട്സ്വാനയാണ്. പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് 2025 നവംബറിൽ 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകിയ രാജ്യം ബോട്സ്വാന. PSC ഇതുപോലെ റീലൊക്കേറ്റ് ചെയ്യപ്പെടുന്ന മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഏത് നാഷണൽ പാർക്കിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു എന്ന രീതിയിൽ, അത് ആര് നൽകി എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായിട്ടാണ് 2025 8 ചീറ്റപ്പുലികളെ നമ്മുടെ രാജ്യത്തിലേക്ക്, ഇന്ത്യയിലേക്ക് നൽകിയത് ബോട്സ്വാനയാണ് ബോട്സ്വാന. ജർമ്മൻ വാച്ച് പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ്
പ്രകാരം 2026 റിപ്പോർട്ട് പ്രകാരം 1995 2004 കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഡൊമിനിക്കയാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഡൊമിനിക്കയാണ്. ഡൊമിനിക്ക. ജർമ്മൻ വാച്ച് പുറത്തുവിടുന്ന റിപ്പോർട്ടാണിത്. ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2026. ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2026 പ്രകാരം 2024 വരെ 1995 2024 കാലഘട്ടത്തിൽ 1995 2024 കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഡൊമിനിക്കയാണ്. ഈ ഒരു സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 9ാമതാണ്. അത്രയും പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 9ാമത് രാജ്യമായിട്ടാണ് ഇന്ത്യ ഉള്ളത്. ജർമ്മൻ വാച്ച് പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2026 പ്രകാരം 1995 2024 കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഡൊമിനിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം, ഇന്ത്യയിലെ ആദ്യത്തേത് എന്ന് വരുന്ന എല്ലാം തന്നെ പ്രത്യേകം നോട്ട് ചെയ്യണം ഞാൻ പറഞ്ഞിരുന്നു, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് കർണാടകയിലെ മൈസൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് കർണാടകയിലെ മൈസൂർ. കേന്ദ്ര സിൽക്ക് ബോർഡാണ് ഈ ഒരു സിൽക്ക് മ്യൂസിയം കൊണ്ടുവരാനായിട്ട് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ മൈസൂരിലാണ്, കർണാടകയിലെ മൈസൂരിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത്. മെറ്റ സൂപ്പർ ഇന്റലിജൻസ് ലാബിന്റെ തലവനായി നിയമിതനായത് നമുക്കറിയാം. മെറ്റയുടെ സൂപ്പർ ഇന്റലിജൻസ് ലാബിന്റെ തലവനായി നിയമിതനാകുന്ന അലക്സാണ്ടർ വാങ് ആണ്. 28 വയസ്സ് മാത്രമാണ് പ്രായം വരുന്നത്. 28 വയസ്സുകാരനായ അലക്സാണ്ടർ വാങ് ആണ് മെറ്റ സൂപ്പർ ഇന്റലിജൻസിന്റെ ലാബിന്റെ തലവനായി നിയമിതനാകുന്നത്. മെറ്റ സൂപ്പർ ഇന്റലിജൻസ് ലാബിന്റെ തലവനായി നിയമിതനാകുന്നത് 28കാരനായ അലക്സാണ്ടർ വാങ് ആണ്. ഓക്കെ, റിവൈസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് പ്രൊജക്ട് ചീറ്റയുടെ കാര്യമാണ്. പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി 2025 നവംബറിൽ 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകിയത് ബോട്സ്വാനയാണ്. ബോട്സ്വാനയിൽ നിന്നാണ് 8 ചീറ്റകളെ ഇന്ത്യക്ക് ലഭിച്ചത്. ജർമ്മൻ വാച്ച് പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2026 പ്രകാരം 1995 2024 കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമാണ് ഡൊമിനിക്ക. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് മൈസൂരാണ്. മെറ്റ സൂപ്പർ ഇന്റലിജൻസ് ലാബിന്റെ തലവനായി നിയമിതനായത് അലക്സാണ്ടർ വാങ് ആണ്. അടുത്ത സെറ്റ് ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭക ട്രെയിൻ യാത്രയായ ജാഗൃതി യാത്രയുടെ ഭാഗമായ കേരളത്തിലെ നഗരമാണ് കൊച്ചി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംരംഭക ട്രെയിൻ യാത്രയാണ് ജാഗൃതി യാത്ര എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ നഗരമാണ് കൊച്ചി. ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി അവാർഡ് ലഭിച്ചതാരാണ്? ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കാണ്. പ്രശസ്തമായ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ ഈ വർഷത്തെ പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായ പ്രശസ്ത വാദ്യ കലാകാരനായ മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇദ്ദേഹം 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തി കൂടിയാണ്. തൃശൂർ പൂരത്തിന്റെ മേളപ്രമാണി എന്ന നിലയിൽ വാദ്യ കലാരംഗത്ത് പ്രശസ്തനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. അപ്പോൾ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി അവാർഡ് ലഭിച്ചിട്ടുള്ളത് മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കാണ്. ഈ വർഷത്തെ ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കാണ്. മേക്കേദാട്ടു ഡാം പ്രൊജക്ട് നിലവിൽ വരുന്ന സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. മേക്കേദാട്ടു ഡാം പ്രൊജക്ട് നിലവിൽ വരുന്ന സംസ്ഥാനം കർണാടക. അടുത്തിടെ സിക്കിമിന് GI ടാഗ് ലഭിച്ചത്
ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുള്ളത് സിക്കിമിന്റെ പരമ്പരാഗത ലെപ്ച സംഗീത ഉപകരണങ്ങൾക്കാണ്. ഈ അടുത്തിടെയാണ് സിക്കിമിന് ഒരു നിശ്ചിത ഉപകരണത്തിന് ഒരു GI ടാഗ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്, ഭൗമ സൂചിക ടാഗ് സിക്കിമിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് വെച്ചാൽ സിക്കിമിന്റെ പരമ്പരാഗത ലെപ്ച സംഗീത ഉപകരണങ്ങൾക്കാണ്. സിക്കിമിലെ ലെപ്ച സമൂഹത്തിന്റെ 2 പരമ്പരാഗത സംഗീത ഉപകരണങ്ങളായിട്ടുള്ള തുങ് ബുക്ക് എന്നിവയ്ക്ക് ഇന്ത്യ ഗവൺമെന്റ് അടുത്തിടെ ഭൗമ സൂചിക GI ടാഗ് രജിസ്ട്രേഷൻ അനുവദിച്ചു എന്നുള്ളതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഈ അടുത്തിടെയാണ് സിക്കിമിന്റെ പരമ്പരാഗത ലെപ്ച സംഗീത ഉപകരണങ്ങൾക്ക് GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭക ട്രെയിൻ യാത്രയായ ജാഗൃതി യാത്രയുടെ ഭാഗമായ കേരളത്തിലെ നഗരമാണ് കൊച്ചി നഗരം. ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി പുരസ്കാരം ലഭിച്ചത് മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി തൃശൂർ പൂരത്തിന്റെ മേളപ്രമാണി എന്ന നിലയിൽ പ്രശസ്തനായ വാദ്യ കലാകാരൻ കൂടിയാണ്. ഇദ്ദേഹം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആണ് ഇദ്ദേഹം. ഓക്കെ, മേക്കേദാട്ടു ഡാം പ്രൊജക്ട് നിലവിൽ വരുന്ന സംസ്ഥാനം കർണാടക സംസ്ഥാനമാണ്. അടുത്തിടെ സിക്കിമിന് GI ടാഗ് ലഭിച്ച ഉപകരണം സിക്കിമിന്റെ പരമ്പരാഗത ലെപ്ച സംഗീത ഉപകരണത്തിനാണ് സിക്കിമിന് GI ടാഗ്, ഭൗമ സൂചിക ടാഗ് ലഭിച്ചിട്ടുള്ളത്. അടുത്തത് ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ 1ാം റാങ്കിൽ എത്തിയ രാജ്യം. ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യയാണ്. ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചാണ് 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് നടന്നത്. ബംഗ്ലാദേശിലെ ധാക്കയിൽ ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് 2025 നടന്നു. അതിൽ 1ാം റാങ്കിൽ എത്തിയത് നമ്മുടെ ഇന്ത്യയാണ്. അന്താരാഷ്ട്ര വ്യാപാര മേളയുടെ വേദി ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ആണ്. വേദി ഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ്. ഡൽഹിയാണ് അന്താരാഷ്ട്ര വ്യാപാര മേളയുടെ വേദി. ഡൽഹിയാണ്. 44ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ആയിരുന്നു ഇത്. ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതാണ്. പാർട്ട്ണർ സ്റ്റേറ്റ്സ് ആയിട്ടുണ്ടായിരുന്നത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ എന്നിവയൊക്കെയായിരുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE, ചൈന, ഇറാൻ, ദക്ഷിണ കൊറിയ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ 12 രാജ്യങ്ങളാണ് ഈ ഒരു വ്യാപാര മേളയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ വേദി ഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ്. 44ാമത് ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ആണ് നടന്നത്. ഈ വർഷത്തെ പ്രമേയം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതാണ്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത്. ഹരിത ഗതാഗത മേഖലയിലെ മികവിന് ദേശീയ പുരസ്കാരം നേടിയ അഭിമാനമായി മാറിയത് കൊച്ചി മെട്രോ. കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള സിറ്റി വിത്ത് ബെസ്റ്റ് ഗ്രീൻ ട്രാൻസ്പോർട്ട് ഇനീഷ്യേറ്റീവ് അവാർഡ് ഹരിത ഗതാഗത മേഖലയിലെ മികവിനാണ് കൊച്ചി മെട്രോ ഈ ഒരു പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത്. ഹരിയാന ഗുരുഗ്രാമിൽ നടന്ന അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കൊച്ചി മെട്രോ നേടിയത്. ഈ ഒരു പുരസ്കാരത്തിന് കൊച്ചി മെട്രോയെ അർഹമാക്കിയത് മെഗാ ഗ്രീൻ എനർജി പ്രൊജക്ട് പവറിംഗ് കൊച്ചി ട്രാൻസ്പോർട്ട് സെക്ടർ എന്ന ഈ ഒരു പദ്ധതിയിലൂടെ കൊച്ചി ട്രാൻസ്പോർട്ട് സെക്ടർ എന്ന പദ്ധതിയിലൂടെ കൊച്ചി നഗരം കൈവരിച്ച നേട്ടങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം കൊച്ചി മെട്രോയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹരിത ഗതാഗത മേഖലയിലെ മികവിനായിട്ട് ദേശീയ പുരസ്കാരം നേടിയത് കൊച്ചി മെട്രോ. പാകിസ്ഥാൻ പുതുതായി ഉണ്ടാക്കിയ ഫെഡറൽ ഭരണഘടനാ കോടതി FCC ഫെഡറൽ
കോൺസ്റ്റിറ്റ്യൂഷൻ കോർട്ടിന്റെ ആദ്യ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് അമീനുദ്ദീൻ ഖാൻ ആണ്. അമീനുദ്ദീൻ ഖാൻ പാകിസ്ഥാൻ പുതുതായി ഉണ്ടാക്കിയ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ FCCയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് അമീനുദ്ദീൻ ഖാൻ ആണ്. അമീനുദ്ദീൻ ഖാൻ ആണ് പാകിസ്ഥാൻ പുതുതായി ഉണ്ടാക്കിയ FCCയുടെ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് ഒന്നാം റാങ്കിൽ എത്തിയത് ഇന്ത്യയാണ്. അന്താരാഷ്ട്ര വ്യാപാര മേളയുടെ വേദി, ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയറിന്റെ വേദി ഡൽഹിയിലെ ഭാരത് മണ്ഡപമാണ്. 44ാമത് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ ആയിരുന്നു. ഈ വർഷത്തെ പ്രമേയം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതായിരുന്നു. ഹരിത ഗതാഗത മേഖലയിലെ മികവിന് ദേശീയ പുരസ്കാരം നേടിയത് കൊച്ചി മെട്രോ. പാകിസ്ഥാൻ പുതുതായി ഉണ്ടാക്കിയ ഫെഡറൽ ഭരണഘടനാ കോടതിയുടെ FCCയുടെ ആദ്യ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് അമീനുദ്ദീൻ ഖാൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു വീക്കിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഓക്കെ, എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ള നോട്ടിനോടൊപ്പം ചേർത്തുകൊണ്ട് നിങ്ങളതായ മീഡിയം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായി കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, കറണ്ട് അഫയേഴ്സ് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായി മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു സോ മച്ച്.